ഹലോ. വർഷങ്ങൾക്ക് ശേഷം സിനിമ നിങ്ങളെല്ലാവരും കണ്ടാണെന്ന് വിശ്വസിക്കുന്നു. ആ സിനിമ റിലീസ് ആയതിനു ശേഷം ആ സിനിമയ്ക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്, ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് മാറിയെന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഓവർവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, ഫസ്റ്റ് തന്നെ പറയാലോ, ഈ പടം എനിക്ക് വർക്കായൊരു സിനിമ തന്നെയാണ്. ഞാൻ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടൊരു സിനിമയാണ്. അപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് OTT വന്നതിന് ശേഷം ഒരു തവണ കൂടി കണ്ടു. അപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അതിനർത്ഥം ഈ സിനിമ എല്ലാം കൊണ്ടും മികച്ചതാണ് എന്നല്ല. ഈ സിനിമയ്ക്ക് അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. അതെല്ലാം ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ നമ്മളൊരു സിനിമ ഇഷ്ടപ്പെടുമ്പോൾ ആ സിനിമ മൊത്തത്തിലല്ല, ആ സിനിമയിലെ ചില എലമെൻസ് ആയിട്ടാണ് നമ്മൾ ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടാവുക. മൊത്തത്തിൽ ഇഷ്ടപ്പെടാം, ബട്ട് ചില കാര്യങ്ങൾ വർക്ക് ആകുമ്പോൾ നമുക്ക് അവസാനം ആ സിനിമ കണ്ടപ്പോൾ ഒരു ഹാപ്പി മൂഡിലായിരിക്കും ഉണ്ടാവും. ഈ പടത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ വിനീതിൻ്റെ മേക്കിംഗ്, സിനിമാറ്റോഗ്രഫി, മ്യൂസിക്കിലെ അത് ഓരോ സീൻസിനെ എൻഹാൻസ് ചെയ്ത വിധം, നിവിൻ പോളിൻ്റെ സീൻസ്, പിന്നെ അജു വർഗീസിൻ്റെയും നീരജ് മാധവൻ്റെ ഒക്കെ കോമഡി ടൈമിങ്, ക്ലൈമാക്സ് ഒക്കെ ആ ഒരു ഭംഗിയിൽ അങ്ങ് അവസാനിപ്പിച്ചപ്പോഴത്തേക്കും നല്ലൊരു ഫീലിലാണ് പടം തീർന്നിട്ടുണ്ടാവും. അപ്പോഴും ആ സിനിമ ക്രിട്ടിസിസ് അർഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ OTTയിലോട്ട് വന്ന സമയത്ത് എല്ലാവരും കൂടി മാക്സിമം ക്രിട്ടിസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ ലിറ്ററലി വലിച്ചേറി ഭിത്തിയിലേക്കായിരുന്നു. ഒരാളെയും വിട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരെയും മാക്സിമം ട്രോളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ട്രോള് വന്ന് അവസാനം കമന്റ് സെക്ഷനിൽ മൊത്തം പടം കണ്ട് മടുത്തു, നിങ്ങൾ ഈ ട്രോളും കൂടി നിർത്തി കണ്ട് മതിയായി എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കും ട്രോളായിരുന്നു ഈ പടത്തിന് മൊത്തം വന്നുകൊണ്ടിരുന്നത്. ഭൂരിഭാഗം ആൾക്കാർക്ക് ഈ പടത്തിൽ വർക്ക് ആവാണ്ട് പോയിട്ടുണ്ടാവും. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ആയിരിക്കും അതിലൊരു വല്ലാത്ത നാടകീയത ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ അകത്ത് മിഡ് ഷോട്ടുകളാണ് ഭൂരിഭാഗം. പൊതുവെ ഈ സിനിമകളുടെ ഒരു സ്ഥലത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏരിയൽ ഷോട്ട്സും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ടായിരുന്നു. ഈ പടത്തിൽ അങ്ങനെ ഒരു സാധനം വെച്ചിട്ടില്ല. കാര്യം പഴയ മെഡ്രാസിനെ കാണിക്കുന്നതായതുകൊണ്ട് ഇവർക്കത് CGI എല്ലാം ചെയ്യേണ്ടി വരും എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഷോട്ട് വെച്ചിട്ടില്ല. തീവണ്ടി പോലും ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലൊരു സാധനം മാത്രം കാണിച്ച് നേരെ ബോഗിയിലോട്ടാണ് പോയിട്ടുണ്ടാവുക. ഒരു തീവണ്ടി പോകുന്ന ഷോട്ട് പോലും വെച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ലിമിറ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. സെറ്റ് ഇട്ടിട്ടുള്ളതിൻ്റെ അത് എവിടേക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഇവർ ഷോട്ടൊക്കെ അത്രയും അടുപ്പിച്ചൊക്കെ വെക്കുന്ന കാണുമ്പോഴേ നമുക്കത് വൈഡ് പോയി കഴിഞ്ഞാൽ നേരെ സെറ്റ് ഇട്ടാന്ന് മനസ്സിലാവുന്നുള്ള രീതിയിൽ ഇവർ ശ്രദ്ധിച്ച പോലെ തോന്നുന്നുണ്ടാവും. ഇനിയിപ്പം വിനീത് ശ്രീനിവാസൻ വല്ല നാടകീയത തന്നെ ഉദ്ദേശിച്ചതാണോ എന്നറിയില്ല. കാര്യം ഫസ്റ്റ് ഹാഫിലെ പ്രോട്ടഗണിസ്റ്റ് നറേറ്റ് ചെയ്യുന്നത് വേണു ആണല്ലോ. വേണു ഫസ്റ്റ് ഹാഫ് കഴിയാറാവുമ്പോഴാണ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റ് ചെയ്യുന്നത് വരെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നാടകമാണ്. അപ്പം ആ ഒരു പോർഷൻ ഒരു നാടകീയത കൊണ്ടുവന്നതാണോ എന്നറിയില്ല, ഡയറക്ടർ ബ്രില്യൻസ് ആണോ എന്നറിയില്ല. ബട്ട് ഫസ്റ്റ് ഹാഫിലെ നാടകീയത വളരെയധികം സിനിമേനെ മോശമായിട്ട് ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ പടത്തിലെ ഭൂരിഭാഗം ആൾക്കാർക്കും വർക്കായൊരു സാധനം എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് ആയിരിക്കും. കാര്യം സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് പടത്തിൻ്റെ ഗ്രാഫേ മാറും. ബേസിൽ തുടങ്ങി വെച്ചിട്ട് അവസാനം നീരജ് വരുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അജു വർഗീസ് വരുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിമ്പോളിയും കൂടി വരുന്നതോടുകൂടി പടത്തിൻ്റെ ട്രാക്കേ അങ്ങ് മാറും. കുറെ കൂടി എൻഗേജിങ് ആയിട്ടും എൻ്റർടൈനിങ് ആയിട്ടും ഹ്യൂമറായിട്ടൊക്കെ പടം പോകുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. ഇവരുടെയൊക്കെ പെർഫോമൻസ് കൊണ്ടാണ് പടം നല്ല രീതിയിൽ അവരാണ് അത് താങ്ങി കൊണ്ടുപോകുന്നുണ്ടാവുക. ആ ഏരിയയാണ് കൂടുതലായിട്ടും ആൾക്കാർക്ക് വർക്കായിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് നോക്കുന്ന സമയത്ത് നിവിൻ പോളിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ ആൾക്കാരുടെ പെർഫോമൻസിനും മിക്സ്ഡ് ഒപ്പീനിയൻ ഉണ്ട്. ഇപ്പോൾ പ്രണവിൻ്റെ പെർഫോമൻസിനൊരു 2 അഭിപ്രായമുണ്ട്, ധ്യാനിൻ്റെ പെർഫോമൻസിന് 2 അഭിപ്രായമുണ്ട്, അജു വർഗീസിൻ്റെ പെർഫോമൻസിന് 2 അഭിപ്രായമുണ്ട്. പക്ഷെ നിവിൻ പോളിക്ക് മാത്രമേ ഒരുവിധം കൂടുതലും പോസിറ്റീവ് അഭിപ്രായമുള്ളത്. എല്ലാവരും പറയുമ്പോൾ തന്നെ കമൻസ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നിവിൻ പോളി ഉള്ളതുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റിയ ആ ഒരു പോർഷൻ എന്നുള്ളത്. ആ രീതിയിൽ അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള നിവിൻ പോളി ആയിരിക്കും. എൻ്റെ ഇതിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സർക്കാസവും സ്പൂഫ് എലമെൻ്റും ഒക്കെ ആ ഏരിയയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ പോലും വർക്കാവുന്നൊരു സ്പേസും കൂടിയായിരുന്നു. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഈ പടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും നീയുമ്പോൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടാവുന്നുള്ളതാണ്. ഇപ്പം പടത്തിൽ പറയുന്നുണ്ടാവും പടം തീയാണ്, ഇപ്പം പാട്ട് തീയാണ്, പടം തീയാണ്, പക്ഷെ പടം ഇടുത്തി പോലെ വീണെന്ന് പറയുന്നൊരു സീനുണ്ട്. നോക്കുകയാണെങ്കിൽ പടം തിയേറ്ററിൽ ഹിറ്റായി, പക്ഷെ OTT വന്നപ്പോഴത്തേക്ക് ഇടുത്തിയായി. എന്നിട്ട് ഇടുത്തി വീണത് റിവ്യൂവേഴ്സിന്റെ തലയിലായി. ടെക്നിക്കലി ഈ പടം റിലീസായ സമയത്ത് പ്രൊഡ്യൂസർ ഹാപ്പി, ഡയറക്ടർ ഹാപ്പി, പടം തിയേറ്ററിൽ വർക്കായി. അത് കഴിഞ്ഞിട്ട് OTT വന്ന സമയത്ത് ഈ പടം വർക്കാവാത്ത ആൾക്കാരൊക്കെ അവരവരുടേതായ രീതിയിൽ അഭിപ്രായം പറഞ്ഞ് വലിച്ചു കയറിയതോടുകൂടി അവർ ഒരു പരിധി വരെ ഹാപ്പിയായി. പക്ഷെ അവസാനം പെട്ടുപോയത് ഇതിൻ്റെ റിവ്യൂ പറഞ്ഞ ആൾക്കാരാണ്. കാര്യം ഒരു സിനിമ തിയേറ്ററിൽ വർക്കാവുന്ന പോലെയല്ല പലപ്പോഴും OTT വർക്കാവുക. ഇപ്പോൾ രോമാഞ്ചത്തിന് സംഭവിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, ജാനമനെ സംഭവിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ തിയേറ്ററിലും OTTയിലും 2 സ്പേസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് പലപ്പോഴും ഈ തിയേറ്ററിൽ ചില സമയത്ത് ചില പടങ്ങൾ ഹിറ്റായി കഴിയുമ്പോഴും അതിന് പറയാൻ ബാക്കി വെച്ച കുറച്ച് ക്രിറ്റിസിസം ഒക്കെ OTT വരുമ്പോഴാണ് ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്നുണ്ടാവുക. ഇവിടെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വന്നിട്ട് വർക്കായ ഒരു വിഭാഗത്തിൽ പെടുന്ന കുറച്ച് റിവ്യൂവേഴ്സ് അത്
നന്നായിരുന്നു എന്ന് അവർക്ക് തോന്നിയ രീതിയിൽ തന്നെ അവർ ഓണസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് OTT വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇയാളല്ലേ പറഞ്ഞത് പടം നല്ലതായിരുന്നു, എനിക്ക് പോയി കണ്ടപ്പോഴത്തേക്ക് ഫുൾ ട്രോള് റോസ്റ്റ് അങ്ങ് അതിനായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള ട്രോള് മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ റിവ്യൂവേഴ്സിനെ പറ്റി പറയുമ്പോൾ മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ കുറച്ച് റിവ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ റീസെന്റ് ടൈംസിൽ കണ്ട കുറച്ച് റിവ്യൂസ് ആണ്. ഇത് ജാഷ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഇതിനകത്തെ റിവ്യൂ വളരെ നന്നായിട്ട് തോന്നി. ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തിയ പോലെ എനിക്ക് തോന്നി. സോ അത് വളരെ നന്നായിട്ട് തോന്നി. പിന്നെ പറയാനാണെങ്കിൽ മെർവിൻ ടോക്സ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടാണ്, മ്യൂസിക് എങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം പടത്തിൽ വർക്കായത്, അതിലെ തന്നെ ചില ഇഷ്യൂസിനെ പറ്റിയിട്ടും ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ എല്ലാം അവസാനമായിട്ട് ശവപ്പെട്ടിയിൽ അവസാനത്താണ് എന്നുള്ള കണക്കിന് ഔട്ട് സ്പോക്കണിലെ ശരത് മേനോൻ്റെ വക ഒരു റോസ്റ്റ് വരാനുണ്ട്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടില്ല ഇതുവരെ, അതും കൂടി ഇനി വരാനുള്ളൂ. അതോടുകൂടി പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമേൻ്റെ റിലീസിന് ശേഷം ഉണ്ടായ ആ ഒരു ഒപ്പീനിയൻസിൻ്റെ ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഭയങ്കര കൺസേണിങ് ആയിട്ട് തോന്നിയത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോമാഞ്ചത്തിനായാലും അല്ലെങ്കിൽ ജാനവനായാലും ഇത്രയും ഡ്രാസ്റ്റിക് ആയ ഒരു ചേഞ്ച് അങ്ങനെ കണ്ടിട്ടില്ല. മേ ബി ഒരു വൈഡർ ഓഡിയൻസിലോട്ട് ഇത് എത്തിയതുകൊണ്ടായിരിക്കാം. ലൈക്ക് പണ്ടൊക്കെ പണ്ടൊരു ഹിറ്റായ സിനിമ അതിപ്പോഴത്തേക്ക് വരുമ്പോൾ അത് വർക്കാവുന്നില്ല, അല്ലെങ്കിൽ പണ്ട് ഫ്ലോപ്പായ ഒരു സിനിമ ഇപ്പം ഭയങ്കര മാസ്റ്റർ പീസ് ആയിട്ട് കാണുന്നു എന്ന് പറയുന്നത് പിന്നെയും മനസ്സിലാക്കാം. പക്ഷെ ഒരു പടം റിലീസായി 1 മാസത്തെ ഗ്യാപ്പിനുള്ളിൽ തന്നെ അത് ഹിറ്റ് അല്ലെങ്കിൽ ഫ്ലോപ്പ് എന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ പാടെ തന്നെ അത് വീണ്ടും അതിൻ്റെ ഒരു ഒപ്പീനിയൻ മാറുകയാണ്. ലൈക്ക് തിയേറ്റർ ഹിറ്റ് ആവുന്നു, OTT ഫ്ലോപ്പ് ആവുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ ഫ്ലോപ്പായിട്ട് OTT വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അത് ഒരു തിയേറ്ററിൽ വർക്കാവാതെ പോയ സിനിമ OTT വർക്കാവുന്നു എന്നുള്ളത് പിന്നെയും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ തിയേറ്ററിൽ വർക്കായിട്ട് പിന്നെ അത് ഒട്ടും പറ്റാത്തൊരു ക്രിഞ്ച് പടം എന്നുള്ള രീതിയിലോട്ട് മാറ്റുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലൈക്ക് വാട്സാപ്പിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന. ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്, എനിക്ക് വർക്കായതാ. പക്ഷെ OTT വരുമ്പോൾ അതിനെന്താ സംഭവിക്കാന്ന് ഒരു പിടിയില്ല. സോ കണ്ടതേ അത്ര. സോ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് എന്താ തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? പിന്നെ അതുപോലെ ഈ സിനിമ വന്നതിന് ശേഷമുള്ള ഒപ്പീനിയനിലുണ്ടായ മാറ്റങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതിനെ പറ്റിയും താഴെ കമൻറ്റ് ചെയ്യുക. സോ ബൈ.